നമസ്കാരം. കൂട്ടുകാർക്ക് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ചെടികൾ നട്ടുപിടിപ്പിച്ചു കാണുമല്ലോ. ഏതൊക്കെ ചെടികളാണ് നട്ടുപിടിപ്പിച്ചത്? പലതരത്തിലുള്ള ചെടികളല്ലേ? ടീച്ചറും ഒരു ചെടി നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, എന്നെ സഹായിക്കാനായി അടുത്ത വീട്ടിലെ ഉണ്ണിക്കുട്ടനും കൂടിയിരുന്നു. ഉണ്ണിക്കുട്ടൻ നിങ്ങളെപ്പോലെ തന്നെ മിടുക്കനാണ് കേട്ടോ. എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഞാനും അവനും കൂടി ഒരു മാവിന്റെ തൈയാണേ വെച്ച് പിടിപ്പിച്ചതേ. അപ്പം മാവിൻ തൈ നടുമ്പോൾ അവൻ ചോദിച്ചു, ടീച്ചറെ, ഈ മാവിൻ തൈ വളർന്ന് വലുതാവുമ്പോഴേ കുറേ മാമ്പഴം കിട്ടുമോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഒത്തിരി മാമ്പഴം കിട്ടും ഉണ്ണിക്കുട്ടാ. അപ്പൊ ടീച്ചറെ, അപ്പൊ കിളികളൊക്കെ വരില്ലേ? കിളികളും അണ്ണാനും എല്ലാവരും മാമ്പഴം കഴിക്കാനായി എത്തും. അത് കേട്ട് അവൻ കുറച്ചു നേരം ആലോചിച്ച് നിന്നിട്ട് ചോദിച്ചു, ടീച്ചർ, എൻ്റെ അമ്മ എപ്പോഴും പറയും, പെട്ടെന്ന് വളർന്ന് വലുതാവണമെങ്കിലേ നന്നായിട്ട് ആഹാരം കഴിക്കണം. നന്നായിട്ട് ആഹാരം കഴിച്ചാലാണ് പെട്ടെന്ന് വളരുകയും ശക്തിയൊക്കെ ലഭിക്കുകയും ഉള്ളൂ എന്നാണ് അമ്മ പറയുന്നത്. ഇത് ശരിയാണോ? അമ്മ പറഞ്ഞത് ശരിയാണ് മോനെ. അങ്ങനെയാണെങ്കിലേ സസ്യങ്ങളെ ആഹാരം കഴിക്കാറുണ്ടോ? അവരും വളർന്ന് വലുതാവുന്നുണ്ടല്ലോ. ഉണ്ണിക്കുട്ടന്റെ ആ ചോദ്യം ടീച്ചർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ നിങ്ങളോടും ആ ചോദ്യം ചോദിക്കുകയാണ്. സസ്യങ്ങൾക്ക് വളരാൻ ആഹാരം ആവശ്യമുണ്ടോ? നിങ്ങൾക്കറിയാമല്ലേ ഉത്തരം? സസ്യങ്ങൾക്ക് വളരാൻ ആഹാരം ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ സസ്യങ്ങൾക്ക് ആഹാരം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? നമ്മളെപ്പോലെ കടയിൽ പോയിട്ട് വാങ്ങിക്കുകയാണോ? അല്ലല്ലേ. നിങ്ങൾക്കറിയാം, സസ്യങ്ങൾ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സസ്യങ്ങൾക്ക് ഒരു പേരുണ്ട്. എന്താണ്? സ്വപോഷികൾ. സ്വപോഷികൾ എന്നാൽ എന്ത്? സ്വന്തമായിട്ട് പോഷണം നടത്താൻ കഴിവുള്ളത് കൊണ്ടാണ് സസ്യങ്ങളെ, സ്വന്തമായിട്ട് ആഹാരം തയ്യാറാക്കാൻ കഴിവുള്ളത് കൊണ്ട് സസ്യങ്ങളെ സ്വപോഷികൾ എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സസ്യങ്ങൾ എങ്ങനെയാണ് ആഹാരം നിർമ്മിക്കുന്നുവെന്നും സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കാൻ എന്തൊക്കെ ഘടകങ്ങൾ ആവശ്യം ആയി വരുമെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇനി നിങ്ങൾ പറയൂ, സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കാൻ എന്തൊക്കെ വേണം? നിങ്ങൾക്കറിയാമല്ലോ. ജലം വേണമല്ലേ? സസ്യങ്ങൾ വളരാൻ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ടല്ലോ. അതെ, ജലം എങ്ങനെയാണ് സസ്യങ്ങൾക്ക് ലഭിക്കുന്നത്? മണ്ണിൽ നിന്ന് വേര് വലിച്ചെടുക്കും അല്ലേ? വേര് വലിച്ചെടുക്കും. ജലം മാത്രമാണോ വേരിലൂടെ സസ്യശരീരത്തിലേക്ക് എത്തുന്നത്? അല്ല, ലവണങ്ങൾ കൂടി ഈ ജലത്തിലൂടെ സസ്യശരീരത്തിൽ എത്തുന്നുണ്ട്. എന്താണ് ലവണങ്ങൾ? അജൈവ വസ്തുക്കളാണ് കേട്ടോ ലവണങ്ങൾ എന്ന് പറയുന്നത്. നൈട്രജന്റെയും ഫോസ്ഫറസിന്റെയും പൊട്ടാസ്യത്തിന്റെയും എല്ലാം ലവണങ്ങൾ ജലത്തിൽ ലയിച്ചിട്ടുണ്ടാവും. ഇത് വേര് ജലം വലിച്ചെടുക്കുമ്പോൾ ഈ ലവണങ്ങൾ കൂടി സസ്യശരീരത്തിലേക്ക് എത്തുന്നു. ഇത് സഞ്ചരിച്ച് എവിടെ എത്തിച്ചേരുന്നുണ്ട്? ഇലകളിൽ എത്തിച്ചേരുന്നുണ്ട്. നിങ്ങൾക്കറിയുമോ സസ്യങ്ങൾ എവിടെ വെച്ചാണ് ആഹാരം നിർമ്മിക്കുന്നത്? ശരി, ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. സസ്യത്തിന്റെ അടുക്കള എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? അതിനുത്തരം അറിയാമല്ലേ? ഇല. അതെ, എന്തുകൊണ്ടാണ് ഇലയെ സസ്യത്തിന്റെ അടുക്കള എന്ന് വിളിക്കുന്നത്? ഇലകളിൽ വെച്ചാണ് സസ്യങ്ങൾ ആഹാരം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇലകളെ സസ്യത്തിന്റെ അടുക്കള എന്ന് പറയുന്നത്. അപ്പം വേര് വലിച്ചെടുത്ത ജലം എവിടെ എത്തും? ഇലകളിൽ എത്തിച്ചേരും. ഓക്കെ, അപ്പം ആഹാരം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ജലം. ഇനി വേറെ എന്തൊക്കെ വേണം? ഇനി വേണ്ടത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഇലകൾ വലിച്ചെടുക്കുന്നുണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് ഇലകൾ വലിച്ചെടുക്കുന്നത്? അതിന് ഇലകളിൽ ഒരു സൂത്രമുണ്ട്. നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ലെങ്കിൽ, നേരിട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ മൈക്രോസ്കോപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ആ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇലകളിൽ ചെറിയ ചെറിയ സുഷിരങ്ങൾ കാണാൻ സാധിക്കും. ആ ചെറിയ ചെറിയ സുഷിരങ്ങളിലൂടെയാണ് അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഇലകളിലോട്ട് അകത്തോട്ട് പ്രവേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡും ആഹാരം നിർമ്മിക്കാൻ ആവശ്യമാണ്. ആ ചെറിയ ചെറിയ സുഷിരങ്ങൾ, ഇലകളിൽ കാണപ്പെടുന്ന ആ ചെറു സുഷിരങ്ങൾ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്. എന്താണെന്ന് അറിയാമോ? ആസ്യരന്ധ്രങ്ങൾ. എന്താണ്? ആസ്യരന്ധ്രങ്ങൾ. ഇംഗ്ലീഷിൽ സ്റ്റൊമാറ്റ എന്നാണ് പറയുന്നത്. സ്റ്റൊമാറ്റ. അപ്പോൾ ആ ആസ്യരന്ധ്രങ്ങൾ വഴിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഇലകളിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ആഹാരം നിർമ്മിക്കാൻ ആവശ്യമായ ജലം വേരിലൂടെ എത്തുന്നു. അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡും അകത്തോട്ട് പ്രവേശിക്കുന്നു. ഇനി അടുത്തതായിട്ട് എന്ത് വേണം? പ്രധാനപ്പെട്ട ഘടകം സൂര്യപ്രകാശം. അതെ, സൂര്യന്റെ പ്രകാശം ലഭിച്ചെങ്കിൽ മാത്രമേ സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കാൻ കഴിയുള്ളൂ. ഈ സൂര്യപ്രകാശം എങ്ങനെയാണ് ആഹാരം നിർമ്മിക്കാൻ സഹായകരമാകുന്നത്? ടീച്ചർ അതിനൊരു ഉദാഹരണം പറയാം.
അമ്മ വീട്ടിലെ സാമ്പാർ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ? എങ്ങനെയാണ്? പച്ചക്കറികളെല്ലാം നുറുക്കി വെക്കും അല്ലേ? പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും പുളിയും മഞ്ഞപ്പൊടിയും എല്ലാം ചേർത്തിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ഒരു പാത്രത്തിലെടുത്ത് നമ്മൾ വെറുതെ വെച്ച് കഴിഞ്ഞാൽ സാമ്പാർ ആവുമോ? ഇല്ല. ഒന്നില്ലെങ്കിൽ അടുപ്പ് കത്തിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഗ്യാസ് ഓൺ ചെയ്യണം അല്ലേ? അപ്പൊ ആ തീ കൊണ്ട് പാത്രം ചൂടാവുകയും അതിനുള്ളിലുള്ള വസ്തുക്കൾ കൂടിക്കലർന്ന് അല്ലേ തിളയ്ക്കുമ്പോൾ അത് പാകമായി സാമ്പാറായിട്ട് മാറുകയുമാണ് ചെയ്യുന്നത്. അവിടെ ആ ഒരു താപ ഊർജം ആ ഭക്ഷണ സാധനം എടുക്കുന്നു അല്ലെ? ഭക്ഷണം പാകമാവാൻ ആ താപോർജം സ്വീകരിക്കുന്നു. താപം ഒരു ഊർജ രൂപമാണ് കേട്ടോ. അതുപോലെ തന്നെ സസ്യങ്ങൾക്കും ആഹാരം നിർമ്മിക്കാൻ ഊർജം ആവശ്യമുണ്ട്. അതാണ് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രകാശോർജം. ആ ഊർജം ഉണ്ടെങ്കിൽ മാത്രമാണ് സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വേണ്ട ഒരു പ്രധാന ഘടകമാണ് ഹരിതകം. നിങ്ങൾ ചുറ്റും നോക്കൂ, നിങ്ങൾക്കറിയാം സസ്യങ്ങൾ ഏത് നിറത്തിലാ കാണപ്പെടുന്നത്? പച്ച നിറത്തിലാണല്ലേ. എന്തുകൊണ്ടാ പച്ച നിറം? സസ്യങ്ങൾക്ക് പച്ച നിറം കൊടുക്കുന്ന ഒരു വർണ്ണ വസ്തുവുണ്ട്. ആ നിറം നൽകുന്ന ഒരു വസ്തു, അതിന്റെ പേരാണ് ഹരിതകം. അപ്പം ഈ ഹരിതകം എങ്ങനെയാണ് ആഹാരം നിർമ്മിക്കാൻ സഹായിക്കുന്നത്? ഈ ഹരിതകം ആണ് സൂര്യപ്രകാശത്തിൽ നിന്ന് പ്രകാശോർജം വലിച്ചെടുക്കാൻ സഹായിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ വെയിലത്ത് നടക്കുമ്പോൾ നമുക്ക് ചൂട് അനുഭവപ്പെടാറുണ്ടല്ലോ, ഉണ്ടല്ലേ? അപ്പം സൂര്യപ്രകാശത്തിന് പ്രകാശോർജമുണ്ട്, താപോർജവും ഉണ്ട്. അപ്പോൾ സൂര്യപ്രകാശത്തിൽ നിന്ന് ഈ പ്രകാശോർജം വലിച്ചെടുക്കാൻ ആര് സഹായിക്കുന്നുണ്ട്? ഈ സസ്യങ്ങളിൽ കാണപ്പെടുന്ന ഹരിതകം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ വെച്ച് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ചേർന്ന് ആഹാരം ഉണ്ടാവും. ആഹാരം ഏതിന്റെ രൂപത്തിലാണെന്ന് അറിയാമോ? ഗ്ലൂക്കോസിന്റെ രൂപത്തിലാണ്. ഗ്ലൂക്കോസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഗ്ലൂക്കോസ് ചേർന്ന പൊടികളും നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. എന്താണ് ഈ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ? മക്കളെ, പഞ്ചസാരയുടെ ചെറു രൂപമാണ് ഗ്ലൂക്കോസ്. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡും ജലവും പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ വെച്ച് കൂടിച്ചേർന്ന് ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നു. കൂടാതെ ഒരു വാതകം കൂടി ഉണ്ടാകുന്നുണ്ട്, ഓക്സിജൻ. ആ ഓക്സിജൻ ഇതിന്റെ ഫലമായിട്ട് പുറത്തേക്ക് വിടും. ആസ്യരന്ധ്രങ്ങൾ, നേരത്തെ പറഞ്ഞ ഇലകളിലെ സുഷിരങ്ങൾ വഴി തന്നെയാണ് ഈ ഓക്സിജൻ പുറത്തേക്ക് പോകുന്നത്. അപ്പൊ ആഹാരം നിർമ്മിക്കാനായി കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകം എടുക്കുന്നു, പുറത്തോട്ട് ആഹാരം നിർമ്മിച്ചതിന്റെ ഫലമായിട്ടുണ്ടാവുന്ന ഓക്സിജൻ പുറത്തോട്ട് വിടുന്നു. അപ്പോൾ എങ്ങനെയാണ് ആഹാരം നിർമ്മിക്കുന്നത് എന്ന് മനസ്സിലായില്ലേ? ഈ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് ഒരു പേരുണ്ട്. എന്താണെന്ന് കേൾക്കണ്ടേ? പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ്. ഫോട്ടോ മീൻസ് ലൈറ്റ്, സിന്തസിസ് മീൻസ് പുട്ടിംഗ് ടുഗദർ, ഒരുമിച്ച് ചേർക്കുക അല്ലെ, സംശ്ലേഷണം ചെയ്യുക. അതായത് പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിനെയും ജലത്തെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് എന്തായിട്ട് മാറ്റുന്നു? ഗ്ലൂക്കോസ് ആയിട്ട് മാറ്റുന്നു, ആഹാരമായിട്ട് മാറ്റുന്നു. അത് ആരാണ് മാറ്റുന്നത്? ഹരിത സസ്യങ്ങളാണ് മാറ്റുന്നത് അല്ലെ, പച്ച നിറമുള്ള സസ്യങ്ങളാണ്. അപ്പം ഈ ഹരിതകം എന്നുള്ള വർണ്ണവസ്തു വേണം അല്ലെ ആഹാരം നിർമ്മിക്കാൻ. അപ്പോൾ ഈ സസ്യങ്ങൾ ഈ കാർബൺ ഡൈ ഓക്സൈഡും അന്തരീക്ഷത്തിൽ നിന്ന് ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡും വേര് വലിച്ചെടുക്കുന്ന ജലവും കൂട്ടിച്ചേർത്ത് എന്താക്കി മാറ്റുന്നു? ഗ്ലൂക്കോസും ഓക്സിജനുമാക്കി മാറ്റുന്ന ആ പ്രക്രിയയ്ക്ക് പേരാണ് ഫോട്ടോസിന്തസിസ്. Photosynthesis is the process by which green plants turn carbon dioxide and water into food by using energy from the sunlight. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ അല്ലെ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ചേർന്നുകൊണ്ട് എന്തായിട്ട് മാറുന്നു? ആഹാരമായിട്ട് മാറുന്നു. കൂടാതെ ഓക്സിജനും പുറത്തുവിടുന്നു. ഈ പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ സസ്യങ്ങൾ എങ്ങനെയാണ് ആഹാരം നിർമ്മിക്കുന്നു എന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഇങ്ങനെ ഉണ്ടാവുന്ന ഗ്ലൂക്കോസ്, ഇങ്ങനെ ഇലകളിൽ ഉണ്ടാവുന്ന ഗ്ലൂക്കോസ് സസ്യത്തിന്റെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലോട്ടും കടക്കുന്നു. ഈ ഗ്ലൂക്കോസ് ആണ് സസ്യങ്ങൾക്ക് വളരാൻ സഹായകരമാകുന്നത്. ആ ഗ്ലൂക്കോസ് ആണ് സസ്യങ്ങൾക്ക് വളരാൻ ഉപയോഗിക്കുന്നത്. ഇനി അധികമായിട്ട് ഗ്ലൂക്കോസ് വരുമ്പോൾ എന്ത് ചെയ്യും? അത് സസ്യങ്ങൾ സസ്യഭാഗങ്ങളിൽ സംഭരിച്ച് വെക്കും. നമ്മൾ അങ്ങനെയല്ലേ, അധികമായി ഭക്ഷണ സാധനങ്ങൾ ഉണ്ടെങ്കിൽ പിന്നീട് ഉപയോഗിക്കാൻ സംഭരിച്ചു വെക്കില്ല. അതുപോലെ തന്നെ അധികമായി വരുന്ന ഗ്ലൂക്കോസ് സസ്യഭാഗങ്ങളിൽ സംഭരിച്ചു വെക്കും. അങ്ങനെയുള്ള സസ്യഭാഗങ്ങളാണ് നാം നമ്മുടെ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലേ, ക്യാരറ്റ്, ബീട്രൂട്ട്, വഴുതന, വെണ്ടയ്ക്ക തുടങ്ങിയ ഭാഗങ്ങൾ, ഇതെല്ലാം സസ്യഭാഗങ്ങളല്ലേ. വേരല്ലേ ക്യാരറ്റായിട്ട് രൂപപ്പെടുന്നത്? അത് നിങ്ങൾ മുൻപേ പഠിച്ചിട്ടുള്ള കാര്യമാണ്.
ഓക്കെ, അപ്പൊ ഈ സസ്യഭാഗങ്ങളാണ് നമ്മുടെ ആഹാരമായി മാറുന്നത്. ഇവിടെ ഗ്ലൂക്കോസ് അന്നജത്തിന്റെ രൂപത്തിലാണ് സസ്യഭാഗങ്ങളിൽ സംഭരിച്ചു വെക്കുന്നത്. അന്നജത്തിന്റെ രൂപത്തിൽ, ഗ്ലൂക്കോസ് ആയിട്ടല്ല, ഗ്ലൂക്കോസ് അന്നജത്തിന്റെ രൂപത്തിലാണ് സസ്യഭാഗങ്ങളിൽ സംഭരിച്ചിരിക്കുന്നത്. ഇങ്ങനെ സസ്യം ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയുടെ പേരാണ് പ്രകാശ സംശ്ലേഷണം. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും പ്രകാശ സംശ്ലേഷണം എന്താണെന്ന് വ്യക്തമായിട്ടുണ്ടാവുമല്ലോ. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഭാഗമായി അകത്തേക്ക് എടുക്കുന്ന വാതകത്തിന്റെ പേരെന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. പുറത്തു വിടുന്നതോ? അതെ, ഓക്സിജൻ. ഓക്കെ, ഇനി ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. നമ്മൾ എല്ലാവരും ശ്വസിക്കുന്നുണ്ടല്ലേ? ജീവൻ നിലനിർത്തണമെങ്കിൽ ശ്വസനം എന്ന പ്രക്രിയ വേണം, അത് നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ സസ്യങ്ങൾ ശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. മറ്റ് മൃഗങ്ങളെയും മറ്റ് ജന്തുക്കളെയും പോലെ സസ്യങ്ങളും ശ്വസിക്കുന്നുണ്ട്. സസ്യങ്ങളും നമ്മളെ പോലെ തന്നെ ശ്വസിക്കുമ്പോൾ ഓക്സിജൻ അകത്തോട്ട് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു, പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് അകത്തോട്ട് എടുക്കുകയും ഓക്സിജൻ പുറത്തോട്ട് വിടുകയും ചെയ്യുന്നു. പക്ഷേ ശ്വസന സമയത്ത് നമ്മളെ പോലെ തന്നെ ഓക്സിജൻ അകത്തോട്ട് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വിടുകയും ചെയ്യുന്നു. ഈ ശ്വസനം സസ്യങ്ങളിൽ എല്ലാ സമയവും നടക്കും. രാത്രിയും പകലും എല്ലാ സമയത്തും സസ്യങ്ങളിൽ ശ്വസനം നടക്കും. പക്ഷേ പ്രകാശ സംശ്ലേഷണം നടക്കണമെങ്കിൽ എന്ത് വേണം? പ്രകാശം വേണം, അല്ലേ? പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രമാണ് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ നടക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ പുതിയ പദങ്ങൾ പരിചയപ്പെട്ടു. അത് ഏതൊക്കെയാണ്? സ്വപോഷികൾ, അല്ലേ? സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് നമ്മൾ സസ്യങ്ങളെ സ്വപോഷികൾ എന്നാണ് പറയുന്നത്. പിന്നെന്താണ്? ആസ്യരന്ധ്രങ്ങൾ. എന്താണ് ആസ്യരന്ധ്രങ്ങൾ? സസ്യങ്ങളുടെ ഇലകളിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങളാണ്, അല്ലെ? അതുവഴിയാണ് വാതക കൈമാറ്റം നടക്കുന്നത്. പിന്നീട് എന്താണ്? പ്രകാശ സംശ്ലേഷണം. എന്താണ് പ്രകാശ സംശ്ലേഷണം എന്ന് കൂട്ടുകാർ പഠിച്ചു. ഇനി ശ്വസനത്തെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് പിന്നീട് പഠിക്കാം കേട്ടോ. കൂടാതെ തന്നെ നിങ്ങൾ ചുവന്ന ചീര കണ്ടിട്ടില്ലേ? ആ ചുവന്ന ചീരയ്ക്ക് പച്ച നിറമല്ലല്ലോ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ചുവന്ന ചീരയിലും ഹരിതകമുണ്ട് കേട്ടോ. അത് തെളിയിക്കാനുള്ള ഒരു പരീക്ഷണമുണ്ട്, അത് നമുക്ക് പിന്നീട് ചെയ്യാം. ആ ചുവന്ന ചീരയ്ക്ക് ചുവന്ന നിറം കൊടുക്കുന്നത് മറ്റൊരു വർണ്ണ വസ്തുവാണ്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി പഠിക്കാം. അപ്പോൾ പ്രകാശ സംശ്ലേഷണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. അതിന് ഏതൊക്കെ ഘടകങ്ങൾ വേണമെന്നും എങ്ങനെയാണ് ആഹാരം നിർമ്മിക്കുന്നതെന്നും നിങ്ങൾ പഠിക്കും. അപ്പൊ ഹരിത സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുകയാണ് അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് ഹരിത സസ്യങ്ങൾ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്കാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അപ്പം ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ ആസ്യരന്ധ്രത്തിന്റെ ചിത്രം നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് വരയ്ക്കണം. പ്രകാശ സംശ്ലേഷണം എന്താണെന്ന് എഴുതുകയും വേണം. താങ്ക് യു.